നമസ്കാരം. ഇറാനും യുഎസും അന്യോന്യം ആക്രമണം അവസാനിപ്പിച്ചതിനെ തുടർന്ന് ഏതാനും ദിവസമായി പശ്ചിമേഷ്യയിൽ സ്വാഭാവികമായ ഒരു സമാധാന അന്തരീക്ഷം നിലനിൽക്കുകയായിരുന്നു. എന്നാൽ നിലവിൽ ആ സമാധാന അന്തരീക്ഷമാകെ തകർന്നു തരിപ്പണമാകി. ബുധനാഴ്ച രാവിലെ ജോർദാനിൽ ഇറാൻ ആക്രമണം നടത്തിയതോടെയാണ് സംഭവങ്ങളെല്ലാം മൊത്തത്തിൽ സംഭവവികാസങ്ങൾ ഉണ്ടായത്. 5 ഡ്രോണുകൾ ജോർദാൻ സൈന്യം വെടിവെച്ചിടുകയും പശ്ചിമേഷ്യയിൽ സമാധാന ശ്രമങ്ങൾ തുടരുന്നതിനെ വീണ്ടും യുദ്ധഭീഷണിയായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും രംഗത്തെത്തി. ഇറാനു നേരെ അതിശക്തമായ സൈനിക ആക്രമണം നടത്തുമെന്നായിരുന്നു ട്രംപിന്റെ വക ഭീഷണി. അതായത് യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്തും സമാധാനത്തിന്റെ പാതയിലെത്തുമ്പോൾ വീണ്ടും യുദ്ധത്തിലേക്ക് തിരിച്ചു വിളിക്കുന്നത് സ്വാഭാവികമായും ട്രംപിന്റെ നാവാണ്. തവിടുപൊടിയാക്കുമെന്നും കനത്ത പ്രഹരം ഉടനുണ്ടാകുമെന്നായിരുന്നു ട്രംപിന്റെ ഭീഷണി ഉയർത്തൽ. എന്തായാലും മധ്യേഷ്യയിൽ US സൈനിക കേന്ദ്രങ്ങൾക്കു നേരെ നടത്തിയ ആക്രമണത്തിന് മറുപടി നൽകുമെന്നായിരുന്നു ട്രംപ് പറഞ്ഞത്. എന്നാൽ ട്രംപിന്റെ ഭീഷണി ഇറാൻ പാടെയങ്ങ് തിരസ്കരിച്ചു. ട്രംപിന്റെ ഭീഷണിക്ക് പിന്നാലെ ഇറാനെതിരെ US വ്യോമാക്രമണം തുടങ്ങിയതായുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ജോർദാനിൽ അമേരിക്കൻ സൈന്യത്തെ ലക്ഷ്യമിട്ട് നടത്തിയ ഇറാൻ ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായിട്ടായിരുന്നു USന്റെ വ്യോമാക്രമണം. വ്യാപകമായ ടാർഗറ്റുകൾ എന്ന് അമേരിക്കൻ സെൻട്രൽ കമാൻഡും ഇറാൻ ആക്രമണം തുടർന്നാൽ കനത്ത സൈനിക തിരിച്ചടി നൽകുമെന്ന് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. എന്തായാലും ഇറാൻ പിന്തുണയ്ക്കുന്ന സായുധ ഗ്രൂപ്പുകൾ ലോകത്തിന്റെ ക്യാൻസർ ആണെന്നായിരുന്നു ട്രംപ് പ്രതികരിച്ചത്. സമാധാന ചർച്ചകൾക്കിടയിലും വിവിധ മേഖലകൾ പുതിയ ആക്രമണങ്ങൾ തുടരുകയാണ്. പ്രാദേശിക സംഘർഷം വ്യാപിപ്പിക്കുമെന്ന ആശങ്കകളും ശക്തമാണ്. പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈന്യത്തെ ലക്ഷ്യമിട്ട് ഇറാൻ നടത്തിയ ആക്രമണം പരാജയപ്പെടുത്തി എന്നായിരുന്നു US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കിയത്. അതായത് ഇക്കാര്യം വ്യക്തമാക്കി മണിക്കൂറുകൾക്കകമാണ് വീണ്ടും ആക്രമണം ഉണ്ടായത്. ജോർദാനിലെ സെൻകോം ആസ്ഥാനവും മുവാഫക് സാൽത്തി വ്യോമതാവളവും ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയത് എന്ന കാര്യം ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് വ്യക്തമാക്കുന്നുണ്ട്. ഇറാനെ ആക്രമിക്കാൻ സൈന്യം സജ്ജമാവുകയാണ് എന്നാണ് സെൻകോം വ്യക്തമാക്കിയത്. ഇറാഖിലെ ഇറാൻ അനുകൂല സംഘടനകളും US സഖ്യസേനയും തമ്മിൽ പുതിയ പോർമുഖം തുറന്നതിന് സമാന്തരമായാണ് ഈ സംഭവം ഉണ്ടായത്. ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് 2 ആഴ്ച പരസ്പരം രൂക്ഷ ആക്രമണം നടത്തിയതിനു ശേഷമായിരുന്നു ഇരു കൂട്ടരും 3 ദിവസം മുമ്പാണ് സംഘർഷമൊന്ന് അവസാനിപ്പിച്ചത്. അതിനിടെ അനുമതിയില്ലാതെ ഹോർമൂസ് കടക്കാൻ ശ്രമിച്ച ഒരു ചരക്കു കപ്പൽ ബുധനാഴ്ച ആക്രമിച്ചു എന്നും 3 എണ്ണം തടഞ്ഞുവെന്നും IRGC വ്യക്തമാക്കി. മുന്നറിയിപ്പ് അവഗണിച്ച് ഹോർമൂസിലെ ഇറാൻ അംഗീകരിക്കാത്ത പാതയിലൂടെ പോയതിനാലാണ് കപ്പൽ ആക്രമിച്ചതെന്ന കാര്യം ന്യായീകരണമായി വ്യക്തമാക്കി. എന്തായാലും ചൊവ്വാഴ്ച യമനിലെ ഇറാൻ പിന്തുണയുള്ള ഹൂത്തി വിമതർ ചെങ്കടലിലൂടെ പോയ NCC ഹസൽ എന്ന എണ്ണക്കപ്പൽ ആക്രമിക്കുകയും ചെങ്കടൽ ബാബ് എൽ മണ്ടേർ കടലിടുക്കിൽ ഹൂതികൾ സൗദിക്ക് നാവിക ഉപരോധം പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്തായാലും പശ്ചിമേഷ്യൻ സംഘർഷം നാൾക്കുനാൾ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഒരു വശത്ത് നിന്ന് സമാധാനം കൊണ്ടുവരുമ്പോൾ മറുവശത്ത് ട്രംപിന്റെ നാവ് വീണ്ടും സംഘർഷത്തിലേക്ക് നയിക്കുന്നു.